ഹായ്, ഗുഡ് ഈവനിങ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ഇഫ് യു കാൻ ഗെറ്റ് സംവൺ ഔട്ട് ഓഫ് യുവർ ഹെഡ്, മേ ബി ദേ ആർ മെന്റ് ടു ബി ദെയർ. ആഗ്രഹിച്ചിട്ടാണോ നമ്മൾ ഒരാളുമായിട്ട് പ്രണയത്തിലാവുന്നത്? സംഭവിച്ചു കഴിഞ്ഞിട്ടാ പലപ്പോഴും അത് പ്രണയമാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ മനസ്സിൽ കയറി കൂടുന്നവരുണ്ട്. ചിലർ ഒത്തിരി കാലത്ത് പരിചയം കൊണ്ട് മനസ്സിൽ കയറി കൂടും. നമ്മൾ പോലും അറിയത്തില്ലെന്ന്. ഇതെന്താ നമ്മൾ ഇവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതെന്ന് വിചാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നേ, അവരവിടെ സ്ഥിര താമസമാക്കിന്ന്. മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ നോക്കിയാലും പറ്റത്തില്ല. അവരവിടെ താമസം ഉറപ്പിച്ചു. നമ്മൾ പ്രണയത്തിലായി. പ്രണയത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്. ഇറ്റ്സ് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ഫൺ. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഞാൻ റീനു. നിറം സിനിമ കണ്ടിട്ടില്ലേ? അതിൽ കുഞ്ചാക്ക ബോബനും ശാലിനിയും ഒരുമിച്ച് കളിച്ച് വളർന്നവരാ. ഒടുവിൽ കുഞ്ചാക്കോയ്ക്ക് ശാലിനിയോട് പ്രണയമായി. അവരൊന്നായി. അല്ല, അങ്ങനെയല്ലേ വേണ്ടേ? പരസ്പരം അറിയാവുന്നവരല്ലേ കല്യാണം കഴിക്കണ്ടേ? മറ്റേയാൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാവും. അയാളുടെ സന്തോഷം, സങ്കടം, ദേഷ്യം, പിണക്കം, പരിഭവം എല്ലാം നമുക്കറിയാൻ പറ്റും. ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഭാവവ്യത്യാസങ്ങൾ പോലും ഒരു നല്ല ഫ്രണ്ടിന് മനസ്സിലാവും. അത് നല്ലതല്ലേ? ആണോ? ഫേസ്ബുക്കിൽ ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇസ് ഇറ്റ് എ ഗുഡ് ഐഡിയ ടു പ്രപ്പോസ് എ ഗുഡ് ഫ്രണ്ട്? ഒരു നല്ല ഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു നല്ല ഐഡിയ. ഉത്തരം പോസിറ്റീവോ? ഞാൻ കേട്ടു വന്നിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എൻ്റെ കൂടെ സജിത്ത്. സജിത്തിന് ഒരു കാമുകി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ സജിത്തിന് എതിർക്കാൻ പറ്റുമോ? ഒരാളുണ്ടല്ലോ. ഇയാളുടെ പേരെന്താ? സൂര്യ. എത്ര വർഷമായി പ്രണയം തുടങ്ങിയിട്ട്? അത് ചെറുപ്പത്തിൽ 1ാം ക്ലാസ് തുടങ്ങിയിട്ടുള്ളതാണ്. 1ാം ക്ലാസ് തൊട്ടുള്ള പ്രണയോ? എന്നിട്ട് എന്നാ കല്യാണത്തിന്റെ അടുത്തോട്ട് എത്തി നിൽക്കുവാണോ? കല്യാണത്തിന്റെ അടുത്തായിട്ടില്ല. വീട്ടിലൊക്കെ അറിയോ? വീട്ടിലൊക്കെ അറിയാം, പക്ഷെ രണ്ടുപേരെ വീട്ടിലും സമ്മതമാണ്. ഭാഗ്യവാനാണ് പ്രണയത്തിന്റെ കാര്യത്തിൽ. ഈ 1ാം ക്ലാസ് തൊട്ടുള്ള പ്രണയം എന്നൊക്കെ പറയുമ്പോ അന്ന് അതിനത്ര സീരിയസ്നെസ് ഉണ്ടായിരുന്നോ? അന്നത്തെ സീരിയസ്നെസ് ഉണ്ടായില്ല. നമ്മൾ 9, 5ാം ക്ലാസ് ഹൈസ്കൂളിൽ എത്തിയപ്പോഴാണ്ട് സീരിയസ്നെസ് ഉണ്ടായി. നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ധാരാളം വഴക്കുകളൊക്കെ ഉണ്ടാവാണ്ട്. ഒരുപാട് വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ള സച്ചിത്തിന്റെ അടുത്ത് എനിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ടേ. പക്ഷെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഈ റൊമാൻറ്റിക് ഗാനങ്ങൾക്ക് ശേഷം ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ്എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് സജിത്ത്. ഗേൾ ഫ്രണ്ടുമായിട്ട് കുറേ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് സജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ വഴക്കൊക്കെ പക്ഷെ തീർക്കാൻ പറ്റുന്നതാണല്ലോ. ഗേൾ ഫ്രണ്ട് എന്ത് തെറ്റ് ചെയ്താലാ സജിത്ത് ഒരിക്കലും ക്ഷമിക്കത്തില്ലാത്ത? എന്നോട് കള്ളം പറയുമ്പോഴും എന്നെ വഞ്ചിക്കുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാത്തത്. ബാക്കിയെല്ലാം ക്ഷമിക്കാൻ പറ്റും. അതെ, സ്നേഹിച്ചിട്ട് വഞ്ചിക്കുമ്പോഴാണ് ക്ഷമിക്കാത്തത്. വേറൊരാൾക്കും കൂടി സ്ഥാനം കൊടുത്താൽ അത് വഞ്ചനയാവും. അതെ. അങ്ങനെ ചെയ്യില്ല, നമുക്ക് നല്ല ഉറപ്പല്ലേ? ഉറപ്പാണ്. എന്താണ് അതിനൊരു ഉറപ്പ് കുറവ്? അല്ല, സ്ത്രീകളുടെ മനസ്സ്. സ്ത്രീകളുടെ മനസ്സിനൊരു കുഴപ്പമില്ല, നല്ല മനസ്സാണ് കേട്ടോ. അപ്പൊ സൂര്യക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ? ഓക്കെ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ അടുത്ത പാട്ട് സജിത്തിന്റെ സൂര്യക്ക് വേണ്ടി. ബൈ, ഗുഡ് നൈറ്റ്, സ്റ്റേ ട്യൂൺഡ്.